ഹലോ. അങ്ങനെ നമ്മൾ തേർഡ് യൂണിറ്റിൽ എത്തിയിരിക്കുകയാണ്. തേർഡ് യൂണിറ്റിന്റെ പേരാണ് ഗുഡ് ഫുഡ്. ഫസ്റ്റ് യൂണിറ്റ് കളേഴ്സ്, സെക്കൻഡ് യൂണിറ്റ് ടോയ്സ് ആൻഡ് ഗെയിംസ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. തേർഡ് യൂണിറ്റ് ആണ് ഗുഡ് ഫുഡ്. പിക്ചർ റീഡിംഗ്. ഓക്കെ, ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റിൽ തന്നെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഈ പിക്ചറിൽ നിന്ന് നോക്കിയാലോ? ആദ്യത്തെ പിക്ചറിൽ ഒരു പാടത്ത് കൊയ്ത്തിനൊക്കെ ശേഷം, വിളവെടുപ്പിന് ശേഷം ധാന്യങ്ങള് ചാക്കിലാക്കി ട്രക്കിലേക്ക് കയറ്റുകയാണ്. അതിനുശേഷം അത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അതൊരു ഫ്ലോർ മില്ലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ ആ ധാന്യങ്ങൾ പൊടിച്ച് പൊടിയാക്കിയതിനു ശേഷം ആട്ടയാക്കി മാറ്റുകയാണ്. അപ്പോൾ ആട്ട എന്ന് പറഞ്ഞാൽ വീറ്റ് ഫ്ലോർ ആണ്. അപ്പോൾ ഇതൊരു വീറ്റിന്റെ തോട്ടമായിരുന്നു. ഇവിടെ വിളവെടുത്തത് എന്താണ്? ഗോതമ്പ് അല്ലെങ്കിൽ വീറ്റ്. അതിനുശേഷം നമ്മൾക്കൊക്കെ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ടപ്പൊടിയൊക്കെ വേണമെങ്കിൽ നമ്മൾ എവിടുന്നാ വാങ്ങിക്കുക? ഗ്രോസറി സ്റ്റോർ അല്ലേ? ഗ്രോസറി സ്റ്റോറിൽ നിന്നാണ് നമുക്ക് വേണ്ട അരിയും മറ്റു ധാന്യങ്ങളും ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നത്. തേർഡ് പിക്ചറിൽ ഒരാള് ഗ്രോസറി സ്റ്റോറിൽ പോയിട്ട് ഈ ആട്ടയും മറ്റു സാധനങ്ങളും വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഫോർത്ത് പിക്ചറിലോ വീട്ടില് അമ്മയും അച്ഛനും കൂടി ആ ഒരു ആട്ടമാവ് ഉപയോഗിച്ച് ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. ആൻഡ് ഫിഫ്ത്ത് ഇമേജിൽ ആ വീട്ടിലുള്ള കുട്ടി ആ ചപ്പാത്തി കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ യു സീ ഇൻ പിക്ചർ 1? പിക്ചർ 1 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വാട്ട് ക്യാൻ യു സീ? ഇൻ പിക്ചർ 1 I see a wheat field after harvesting. After harvesting എന്ന് പറഞ്ഞാൽ വിളവെടുപ്പിന് ശേഷം. Where people are loading sacks of wheat grains onto a truck. അതായത് വിളവെടുപ്പിന് ശേഷം ഗോതമ്പ് ചാക്കുകളിലാക്കി ട്രക്കിലേക്ക് ലോഡ് ചെയ്യുകയാണ്. Question number 2. Look at the picture 2. What is the man doing with the wheat? രണ്ടാമത്തെ പിക്ചറിൽ ഇവിടെ ഇരിക്കുന്ന ഈ ഒരാള് ഈ വീറ്റ് കൊണ്ട് എന്താണ് ചെയ്യുന്നത്? In the picture 2, the man is grinding wheat and converting it into atta, in bracket wheat flour, in a flour mill. ഒരു ഫ്ലോർ മില്ലില് ഗോതമ്പിനെ ഗോതമ്പ് പൊടിയാക്കി മാറ്റുകയാണ്. Question number 3. Look at picture 4. Who are they? What are they doing? Picture number 4. ഇത് ആരാണ്? അവരെന്താണ് ചെയ്യുന്നത്? In picture 4, they are the parents of a family. They are making chapatis at home using atta flour. വാങ്ങിക്കൊണ്ടുവന്ന് ആട്ടപ്പൊടി ഉപയോഗിച്ചിട്ട് അവര് ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. What is the girl doing in the last picture? This is the last picture, and what is the girl doing there? In the last picture, the girl is eating and enjoying the chapati along with a nice curry. Next question. What do you have along with chapati? നിങ്ങളുടെ വീട്ടിൽ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാറില്ലേ? അതിന്റെ കൂടെ എന്ത് കൂട്ടിയാണ് കഴിക്കാറ്? I usually have chapati with a variety of dishes like curry, dal or vegetables. നിങ്ങൾ എന്താ കൂട്ടി കഴിക്കാറുള്ളതെന്ന് എഴുതാട്ടോ. ചിക്കൻ കറി, മട്ടൻ കറി, ഫിഷ് കറി, അല്ലെങ്കിൽ ചമ്മന്തി, എന്ത് വേണമെങ്കിലും എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Have you seen a field? What was growing there? Speak about it. ഇവിടെ കുറച്ച് ഫ്യൂ ലൈൻസ് എഴുതേണ്ടി വരും. നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും ഒരു ഫീൽഡ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് നോ കണ്ടിട്ടില്ല എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി 1-2 ലൈൻസ് എഴുതണം. For example, yes, I have seen a rice field near my house. The field has rows of green plants that sway in the wind.
When the rice is ready to be picked, the plants turn golden. It's nice to see how the rice grows from small plants to the food we eat. ഞാൻ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു നെൽപ്പാടം കണ്ടിട്ടുണ്ടായിരുന്നു. നെൽപ്പാടത്തില് ഇനീഷ്യൽ ടൈമില് അത് നട്ട് വളർന്നു വരുന്ന സമയത്ത് തൈകളെല്ലാം നല്ല പച്ച കളറിലായിരിക്കും ഇരിക്കുക. എന്നാൽ അത് വളർന്ന് വിളവെടുക്കാനാവുമ്പോഴേക്കും ഒരു ഗോൾഡൻ കളറായിട്ട് മാറിയിട്ടുണ്ടാവും. ചെറിയൊരു പ്ലാന്റിൽ നിന്ന് തുടങ്ങി നമ്മൾ കഴിക്കുന്ന അരിയായി മാറുന്നവരെയുള്ള പ്രോസസ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ പിക്ചർ റീഡിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് 7th ചാപ്റ്ററിലേക്ക് പോവാം. 7th ചാപ്റ്ററിന്റെ പേരാണ് ദ ബിഗ് ലഡു. ലഡു എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നിങ്ങൾ എല്ലാവരും ലഡു കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ പറയുന്നത് സാധാരണ ലഡുവിനെ പറ്റിയല്ല. ദ ബിഗ് ലഡു, വലിയ ലഡു ആണ്. എന്താണ് വലിയ ലഡു എന്ന് നോക്കാം. If all the laddus were one laddu, oh, what a big laddu it would be. എല്ലാ ലഡുകളും നമുക്കറിയാം, കുറേ സ്ഥലത്തായിട്ട് കുറേ ലഡുകൾ ഉണ്ടാവും അല്ലേ. ഈ എല്ലാ ലഡുവിനെയും ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര വലിയ ലഡു ആയിരിക്കും അത്. If all the children were one child, oh, what a big child that would be. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ. നിങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും കൂടി ഒറ്റയടിക്ക് ഒരു കുട്ടിയാക്കി മാറ്റുകയാണ്. അതിനുശേഷം ഉണ്ടാവുന്ന ആ ഒരു കുട്ടി എത്ര വലുതായിരിക്കും. ഇഫ് ഓൾ ദ സീസ് വേർ വൺ സീ, ഓ വാട്ട് എ ബിഗ് സീ ഇറ്റ് വുഡ് ബി. ഈ ലോകത്തുള്ള എല്ലാ കടലുകളും കൂടി ഒരുമിച്ചാക്കിയാൽ അതിലുള്ള വെള്ളം എല്ലാം ചേർന്ന് അതൊരു ഒറ്റ സീ ആയി മാറിക്കഴിഞ്ഞാൽ ഓ വാട്ട് എ ബിഗ് സീ ഇറ്റ് വുഡ് ബി. അത് എത്ര വലിയൊരു കടലായിരിക്കും. Then if the big child picked the big laddu, അതിനുശേഷം നേരത്തെ പറഞ്ഞില്ലേ ഒരു ബിഗ് ചൈൽഡ്, ലോകത്തുള്ള എല്ലാ കുട്ടികളെയും കൂടി ചേർത്തുണ്ടാക്കിയ ഒരു വലിയ കുട്ടിയെ പറ്റി പറഞ്ഞില്ലേ. ആ കുട്ടി ലോകത്ത് എല്ലാ ലഡുവും കൂടി ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ബിഗ് ലഡു എടുത്ത് and threw it into the big sea. അതിനെ എടുത്തിട്ട് ആ വലിയ സീയിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ഓ വാട്ട് എ ബിഗ് സ്പ്ലിഷ് സ്പ്ലാഷ് ഇറ്റ് വുഡ് ബി. സ്പ്ലിഷ് സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വസ്തു വെള്ളത്തിലേക്ക് എറിയുന്ന സമയത്ത് ഒരു ശബ്ദത്തോടു കൂടി വെള്ളം 4 സൈഡിലേക്കും തെറിക്കും. അതിനാണ് സ്പ്ലിഷ് സ്പ്ലാഷ് എന്ന് പറയുന്നത്. ഈ ഒരു കവിത മുഴുവനായിട്ടും ഒരു ഇമാജിനറി കവിതയാണ്. അതായത് എല്ലാ കുട്ടികളും ചേർന്നൊരു വലിയ കുട്ടിയായിരുന്നെങ്കിലോ, എല്ലാ ലഡുവും ചേർന്നൊരു വലിയ ലഡു ആയിരുന്നെങ്കിലോ, എന്നിട്ട് എല്ലാ സീയും ചേർന്നിട്ടൊരു വലിയ സീ ആയിരുന്നെങ്കിലോ, ആ വലിയ കുട്ടി ആ വലിയ ലഡു എടുത്തിട്ട് ആ വലിയ സീയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എത്ര വലിയ സ്പ്ലിഷ് സ്പ്ലാഷ് ആയിരിക്കും വരിക. നല്ല പോയമാണല്ലേ. ഓക്കെ, അപ്പൊ എല്ലാരും വായിച്ച് പഠിക്കണം. ഇവിടെ കുറച്ച് ന്യൂ വേർഡ്സ് തന്നിട്ടുണ്ട്. സീ, സീയുടെ അർത്ഥം എന്താണ്? കടൽ. സ്പ്ലിഷ് സ്പ്ലാഷ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും സാധനം വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് ശബ്ദത്തോടു കൂടി വെള്ളം 4 വശത്തേക്കും ചിതറുന്നതിനെയാണ് സ്പ്ലിഷ് സ്പ്ലാഷ് എന്ന് വിളിക്കുന്നത്. സി ബിഗ് ചൈൽഡ്. നമുക്കിതിന്റെ ക്വസ്റ്റൻ ആൻസർ സെക്ഷനിലേക്ക് പോവാം. Have you seen a big laddu? How big was it? Did you eat it all by yourself? Tell your friends about it. നിങ്ങൾ ഇതുവരെ സാധാരണയുള്ള ഒരു ചെറിയ ലഡുവിനേക്കാളും വലിയൊരു ലഡു കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയുണ്ടായിരുന്നു? അതിനെപ്പറ്റി നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യണം. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. യെസ്, ഐ ഹാവ് സീൻ എ ബിഗ് ലഡു. ഞാനൊരു ബിഗ് ലഡു കണ്ടിട്ടുണ്ട്. I got it from temple as prasadam. എനിക്കൊരു അമ്പലത്തിൽ നിന്ന് അത് പ്രസാദമായിട്ടാണ് കിട്ടിയത്. It was as big as my hand. എൻ്റെ കൈയിൻ്റെ അത്രയും വലുപ്പം ഉണ്ടായിരുന്നു അതിന്. I couldn't eat it by myself, so I shared it with my family. എനിക്കത് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അതെൻ്റെ ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്തു.
It was delicious and we all enjoyed it together. Have you eaten anything that is very big? What was it? Talk about it. നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും വലിയ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാം. Yes, once I had a really big pizza. It was so large that I had to eat it slowly. It was very tasty, but I couldn't finish it by myself. My mom, dad, and brother shared it with me. നിങ്ങൾ ഇതേപോലെയുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതുക. What different kinds of laddus have you eaten? നിങ്ങൾ ഇതുവരെ എന്തൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടുള്ള ലഡുകൾ കഴിച്ചിട്ടുണ്ട്? എന്തൊക്കെയാ നിങ്ങൾ കഴിച്ചതെന്ന് ഇവിടെ എഴുതുക. I have eaten many kinds of laddus like besan laddu, coconut laddu, rava laddu, and motichur laddu. Each one has its own special taste. ഇത്രയല്ല, ഇനിയും പലതരത്തിലുള്ള ലഡുകളുണ്ട്. ആ ലഡുകളെ പറ്റി അവ എങ്ങനെ ഉണ്ടായിരുന്നെന്നും നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഓക്കെ. നെയിം എ ഫ്യൂ തിങ്സ് ദാറ്റ് ആർ റൗണ്ട് ഇൻ ഷേപ്പ്. Can you eat all of them? Write them in correct column. നിങ്ങളുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെല്ലാം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ? ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അതില് that can be eaten, that cannot be eaten എന്ന 2 കോളംസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടിലും കുറച്ച് എക്സാമ്പിൾ വീതം എഴുതുക. That can be eaten. ലഡ്ഡു, ഓറഞ്ച്, ആപ്പിൾ, പിസ്സ, ബിസ്കുട്ട്, ടോഫി. ഇതൊക്കെ റൗണ്ട് ഷേപ്പിലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതുമാണ്. That cannot be eaten. ബോൾ, മാർബിൾ, ഗ്ലോബ്, കോയിൻ, വീൽ, പ്ലേറ്റ്. ഇതൊക്കെ റൗണ്ട് ഷേപ്പാണ്. You cannot eat any of this. The child threw a big laddu into the sea. What do you think happened to the laddu? Okay. വെള്ളത്തിലേക്ക് വലിയ ലഡു ഇട്ടപ്പം സ്പ്ലിഷ് സ്പ്ലാഷ് ഒക്കെ വന്നു. പക്ഷെ ആ ലഡുവിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? നിങ്ങൾക്ക് ഇമാജിൻ ചെയ്തെഴുതാമോ? The laddu must have sank into the sea. സിങ്ക് ചെയ്യാന്ന് പറഞ്ഞ വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങിപ്പോകുന്നതിനാണ് സിങ്ക് എന്ന് പറയാം. സാങ്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. അതായത് അങ്ങനെ ആയി പോയിട്ടുണ്ടായിരിക്കും. ബ്രോക്ക് അപ്പാർട്ട്, സിങ്ക് താഴേക്ക് പോയതിനു ശേഷം 2-3 പീസായിട്ട് മുറിഞ്ഞു പോയിട്ടുണ്ടാവും. ആൻഡ് ഫൈനലി ഡിസോൾവ്ഡ് ഇൻ ദ വാട്ടർ. ലാസ്റ്റ് വെള്ളത്തിൽ അലിഞ്ഞു പോയിട്ടും ഉണ്ടാകും. Jitu and Meena are friends. Meena cannot see properly. ജിത്തുവും മീനയും ഫ്രണ്ട്സ് ആണ്. മീനയ്ക്ക് കണ്ണ് കാണാൻ പറ്റില്ല. ഇറ്റ് വാസ് ഹെർ ബർത്ത്ഡേ. ഇത് മീനയുടെ ബർത്ത്ഡേ ദിവസമാണ്. ജിത്തു ഗിഫ്റ്റഡ് ഹർ എ ബോക്സ് ഓഫ് മിക്സ്ഡ് സ്വീറ്റ്. ഷീ ഫെൽറ്റ് ദ സ്വീറ്റ്സ് ആൻഡ് എക്സൈറ്റഡ്ലി പിക്ഡ് അപ്പ് ദ ബിഗ് ലഡു. ഷീ സെഡ്, ഐ ലവ് ലഡൂസ്. ജിത്തു അവളുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പലതരം സ്വീറ്റ്സ് ഉണ്ട്. ഇത് അവിടെ കണ്ടില്ലേ? എന്നാൽ മീന എന്ത് ചെയ്തു? മെല്ലെ കൈകൊണ്ട് തൊട്ട് നോക്കിയിട്ട് അതിൽ നിന്നും വലിയൊരു ലഡു എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഐ ലവ് ലഡൂസ്. ജിത്തു വാസ് സർപ്രൈസ്ഡ് ആൻഡ് ആസ്ക്ഡ് ഹർ. ജിത്തു ആകെ സർപ്രൈസ് ആയിപ്പോയി. എന്തുകൊണ്ടാ? ഹൗ ഡിഡ് യു നോ ഇറ്റ് വാസ് ലഡു? നിനക്ക് എങ്ങനെ അറിയാം അത് ലഡു ആണെന്ന്? കാരണം മീനയ്ക്ക് കണ്ണ് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ തൊട്ട് നോക്കി ഐ ലവ് ലഡു എന്ന് മീന പറഞ്ഞപ്പോ ജിത്തു ആകെ സർപ്രൈസ്ഡ് ആയിപ്പോയി. തിങ്ക് ആൻഡ് സേ വാട്ട് മീന ആൻസേർഡ്. എന്തായിരിക്കും മീന ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്തിട്ടുണ്ടാവുക? I knew it was a laddu because it felt round and big. മീന അതിനെ ടച്ച് ചെയ്ത് നോക്കിയിട്ട് അത് റൗണ്ട് ഷേപ്പിലും ബിഗ് സൈസിലും ആണ് ഉണ്ടായിരുന്നത്. Even though I can't see it clearly, I recognize its shape and texture.
എനിക്ക് കണ്ണ് കാണാൻ കഴിയില്ലെങ്കിലും ഒരു വസ്തുവിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പും പിന്നെ അതിന്റെ ടെക്സ്ചറും, ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തുവിനെ തൊട്ട് നോക്കുന്ന സമയത്ത് അതിന്റെ സർഫേസ് എന്ത് ടൈപ്പ് ഫീൽ ആണോ തരുന്നത്, അതും നോക്കി അത് ലഡു ആണെന്ന് കണ്ടുപിടിക്കാൻ ഈസി ആയിരുന്നു, എനിക്കത് ലഡു ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റി എന്നായിരിക്കും മീന ആൻസർ ചെയ്തിട്ടുണ്ടാവുക. Laddus are sweets commonly eaten in every house. Write words that tell us about the laddu. ലഡ്ഡൂസ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സ് ആണ്. കോമൺ ആയിട്ട് എല്ലായിടത്തിലും അധിക വീടുകളിലും കഴിക്കുന്ന ഒരു പലഹാരമാണത്. റൈറ്റ് വേർഡ്സ് ദാറ്റ് ടെൽ us about the ലഡ്ഡു. ഈ ലഡ്ഡുവിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് വേർഡ്സ് പറയാമോ നിങ്ങൾക്ക്? നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സ്വീറ്റ്, സ്വീറ്റ് ലഡ്ഡു, റൗണ്ട് ലഡ്ഡു, സോഫ്റ്റ് ലഡ്ഡു, ഡിലീഷ്യസ് ലഡ്ഡു, ഫ്ലേവർഫുൾ ലഡ്ഡു, ഷുഗറി ലഡ്ഡു, ട്രഡീഷണൽ ലഡ്ഡു, ഹോം മെയ്ഡ് ലഡ്ഡു അല്ലേ? ഇനിയും നിങ്ങൾക്ക് ഇതേപോലത്തെ പല വേർഡ്സും ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങളുടെ ബുക്കിൽ ഫിൽ ചെയ്യണം കേട്ടോ. ഫ്രെയിം എ ഫ്യൂ സെന്റൻസസ് യൂസിങ് ദ ഗിവൻ വേർഡ്സ്. ഇപ്പം നമ്മൾ ലഡ്ഡുവിന് വേണ്ടി കുറച്ച് വേർഡ്സ് ഉപയോഗിച്ചു അല്ലേ? അതേപോലെ ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഈ വേർഡ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെറിയ ചെറിയ സെന്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം. പ്ലേ, പ്ലേ വെച്ച് എന്ത് സെന്റൻസ് ഉണ്ടാക്കാം? The kids like to play outside after school. നിങ്ങൾക്ക് കളിക്കാൻ ഇഷ്ടമാണോ? ഓക്കെ. പ്ലം, പ്ലം എന്ന് പറഞ്ഞ ഒരു പഴമാണ്. I ate a sweet plum for a snack. Cloud, there is a big cloud in the sky. Clock, the clock shows the time. Blue, the sky is blue today. Blanket, I use a blanket to stay warm. ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള വേറെയും നല്ല നല്ല സെന്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. മാച്ച് ദ ഫോളോയിങ്. ഇവിടെ കുറെ ആനിമൽസിന്റെയും ബേർഡ്സിന്റെയും മെയിൽ ആനിമലിനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ ഫീമെയിൽ ആനിമലുമായിട്ട് അതിനെ മാച്ച് ചെയ്യാം. ഫസ്റ്റ് വൺ, കോക്ക്. കോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പൂവൻ കോഴി. പൂവൻ കോഴിയുടെ ഫീമെയിൽ എന്താണ്? ഹെൻ, പിടക്കോഴി. രണ്ടുപേരെയും കാണുന്നില്ലേ? പൂവൻ കോഴിയും പിടക്കോഴിയും. അതുപോലെ ലയൺ, ലയന്റെ ഫീമെയിൽ ആണ് ലയണസ്. പീകോക്ക്, പീഹെൻ. മേർ, മേർ എന്ന് പറഞ്ഞ ആക്ച്വലി മെയിൽ അല്ല, ഫീമെയിൽ ഹോഴ്സിനാണ് മേർ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ മെയിൽ ഹോഴ്സിനെ സ്റ്റാലിൻ, സ്റ്റാലിയൻ എന്നും പറയും. പക്ഷെ ഇവിടെ നമുക്ക് മേർ ഹോഴ്സ്, ഒന്ന് മെയിൽ ആണ് ഒന്ന് ഫീമെയിൽ ആണ്, രണ്ടിനെ മാച്ച് ചെയ്യും. നെക്സ്റ്റ് ബുൾ. ബുൾ എന്താണ്? ബുൾ എന്ന് പറഞ്ഞാൽ കാളയാണ്. കൗവിന്റെ മെയിൽ വേർഷൻ ആണ്. ബുൾ, കൗ. ഡ്രേക്ക്, ഡ്രേക്ക് ഡക്ക്. ഡ്രേക്കും ഡക്കും ഡക്കിന്റെ തന്നെ മെയിലും ഫീമെയിലും ആണ്. ഓക്കെ. Look at these objects shown here. Collect and put them one by one into a tub of water. See which one will float and which one will sink. Tick the object that float and cross the object that sink. നമുക്ക് ഓരോരോ ഇവിടെ തന്നിരിക്കുന്ന ഓരോരോ സാധനങ്ങള് നിങ്ങൾ ഒരു ടബില് വെള്ളത്തിലേക്ക് ഇട്ട് നോക്കണം. എന്നിട്ട് അത് എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടെ ടിക്ക് ദ ഒബ്ജക്ട് ദാറ്റ് ഫ്ലോട്ട്, ഫ്ലോട്ട് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ ടിക്കും ചെയ്യണം. ക്രോസ് ദ ഒബ്ജക്ട് ദാറ്റ് സിങ്ക്, സിങ്ക് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ ക്രോസും ചെയ്യണം. ആ ജോലി നിങ്ങൾ ചെയ്യണം. ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. A piece of paper. ഒരു പേപ്പർ വെള്ളത്തിലിട്ടാൽ എന്താ സംഭവിക്കുക? ഫ്ലോട്ട്, അത് ഫ്ലോട്ട് ചെയ്യും, അത് സിങ്ക് ആയി പോവില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പേപ്പറിന്റെ അവിടെ ഒരു ടിക്ക് ചെയ്യണം. A small stone. സ്റ്റോൺ വെള്ളത്തിലിട്ടാൽ എന്താ സംഭവിക്കുക? സിങ്ക്. A green leaf. Float. A pencil. Sink. An eraser. Sink. A feather. Float. A spoon.
സിങ്. അപ്പോൾ ഫ്ലോട്ട് ചെയ്യുന്നതിനൊക്കെ ടിക്ക് ചെയ്യണം, സിങ് ചെയ്യുന്നതിനൊക്കെ ക്രോസും ചെയ്യണം. Did you know that not only sweets but a few other dishes are also prepared especially during festivals? സാധാരണയായിട്ട് നമ്മൾ ഫെസ്റ്റിവൽസ് എന്ന് പറയുമ്പോൾ അതിന് സ്വീറ്റ് ഡിഷസിന് മാത്രമേ ഓർക്കാറുള്ളൂ. പക്ഷേ സ്വീറ്റ് ഡിഷസ് മാത്രമല്ല, അല്ലാതെയും പലതരത്തിലുള്ള ഡിഷസും ഫെസ്റ്റിവലിന്റെ സമയത്ത് ഉണ്ടാക്കാറുണ്ട്. ഹാവ് യു ഹേർഡ് ഓഫ് കിച്ചടി? നിങ്ങൾ കിച്ചടി എന്ന് കേട്ടിട്ടുണ്ടോ? ഇറ്റ് ഈസ് എ പോപ്പുലർ ഡിഷ്. കിച്ചടി ഈസ് യൂഷ്വലി കുക്ക്ഡ് വിത്ത് റൈസ് ലെന്റിൽസ് ടുഗെദർ. അരിയും പരിപ്പും ഒരുമിച്ചിട്ടതിന് ശേഷം അതിനെ കുക്ക് ചെയ്തിട്ടാണ് കിച്ചടി ഉണ്ടാക്കുക. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഡ്യൂറിംഗ് ഫെസ്റ്റിവൽസ് ആൻഡ് ഓൾസോ ഈറ്റൺ ആസ് എ മീൽ. കിച്ചടി സാധാരണയായിട്ട് ഫെസ്റ്റിവലിന്റെ സമയത്ത് ഉണ്ടാക്കും, അതല്ലാതെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ടും നമ്മൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഫെസ്റ്റിവൽസ് കീപ് us connected with nature and culture. മുമ്പ് നമ്മൾ പറഞ്ഞു ഫെസ്റ്റിവല് നമ്മളെ നമ്മുടെ കൾച്ചറായിട്ടും നമ്മുടെ പ്രകൃതിയുമായിട്ടും എപ്പോഴും കണക്റ്റഡ് ആക്കി വെക്കും. എവ്രി ഇയർ വി സെലിബ്രേറ്റ് മെനി ഫെസ്റ്റിവൽ ഇൻ അവർ കൺട്രി. ഫെസ്റ്റിവൽസ് ഹെൽപ്പ് us to stay together. They bring happiness, joy and smiles. ഈ ഫെസ്റ്റിവൽസ് നമ്മളിലേക്ക് സന്തോഷവും സ്മൈൽസും ഒക്കെ കൊണ്ടുവരും. Khichdi is a traditional dish prepared especially during Sankranti festival. കിച്ചടിയെ പറ്റിയാണല്ലേ നമ്മൾ പറയുന്നത്. കിച്ചടി മെയിൻ ആയിട്ട് സംക്രാന്തി ഫെസ്റ്റിവലിലാണ് ഉണ്ടാക്കാറ്. ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ പ്രിപ്പയർഡ് കിച്ചടി വിത്ത് ഡിഫറെന്റ് വേരിയേഷൻസ് ലൈക്ക് ആഡിങ് വെജിറ്റബിൾസ് ഓർ യൂസിങ് ഡിഫറെന്റ് ലെന്തിൽസ്. ഇന്ത്യയിൽ പല ഭാഗത്തും പല രീതിയിലാണ് ഈ കിച്ചടി ഉണ്ടാക്കുന്നത്. ചില സ്ഥലത്ത് കിച്ചടിയുടെ കൂടെ വെജിറ്റബിൾസും ആഡ് ചെയ്യും. ചില സ്ഥലത്തോ ഇതിലിടുന്ന പരിപ്പുകൾ മാറി മാറി ഉപയോഗിക്കും. വേറെ വേറെ തരത്തിലുള്ള പരിപ്പുകൾ ഉപയോഗിക്കും. Did you know that this festival is also known as the harvest festival? നിങ്ങൾക്കറിയാമോ ഈ സംക്രാന്തി ഫെസ്റ്റിവലിനെ നമ്മൾ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ എന്നും പറയും. It is celebrated to thank the sun god for good harvest. നല്ല വിളവ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് സഹായിച്ചിരിക്കുന്ന മഴയെയും ഭൂമിയെയും വെള്ളത്തിനെയും ഒക്കെ പണ്ടുകാലത്തുള്ള ആൾക്കാർ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലെങ്കിൽ അവരോടൊക്കെ താങ്ക്സ് പറയുമായിരുന്നു. അതുപോലെ സൺ ഗോഡ് സൂര്യഭഗവാനെ നന്ദി പറയുന്ന ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ് സംക്രാന്തി ഫെസ്റ്റിവൽ. It is known by different names like Sankranti, Pongal, Lori, Bihu, Magi Sankranti, Makara Sankranti, Sankrant and Magasaji across the country. നമ്മുടെ ഇന്ത്യയിൽ പല പല സ്റ്റേറ്റ്സിൽ ഇതേ സമയം ഇതേ ആഘോഷങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരേ പേരാവണമെന്നില്ല, വേറെ വേറെ പേരുകളിലാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത്. അതായത് സംക്രാന്തി എന്ന് നമ്മൾ പറഞ്ഞു. ഈ സംക്രാന്തി തന്നെയാണ് തമിഴ്നാട്ടില് പൊങ്കലായിട്ട് ആഘോഷിക്കുന്നത്. അതേപോലെ വേറെ സ്റ്റേറ്റിൽ ലോറി, പിന്നെ ബിഹു, മകി സംക്രാന്തി, മകരസംക്രാന്തി. മകരസംക്രാന്തി നമ്മുടെ കേരളത്തിലാണല്ലേ. സംക്രാന്ത്, മാഘസാജി അക്രോസ് ദ കൺട്രി. ഫ്ലൈയിങ് കൈറ്റ്സ് ഡ്യൂറിങ് ദിസ് ഫെസ്റ്റിവൽ ഇസ് ഓൾസോ വെരി പോപ്പുലർ. ഈ ഒരു ഫെസ്റ്റിവലിന്റെ സമയത്ത് കൈറ്റ്സ് പറത്തുന്നതും ഒരു ആഘോഷമാണ്. കിച്ചടി ഈസ് നോൺ ബൈ ഡിഫറെന്റ് നെയിംസ് അക്രോസ് ദ കൺട്രി. നമ്മൾ പറഞ്ഞു സംക്രാന്തി എന്ന ഒരു ഫെസ്റ്റിവലിന് തന്നെ ഇന്ത്യയിൽ പല സ്റ്റേറ്റ്സിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അതേപോലെ ഈ സംക്രാന്തിയുടെ സമയത്ത് ഉണ്ടാക്കുന്ന കിച്ചടി എന്ന ഫുഡും പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഗുജറാത്തി കിച്ചടി. ഗുജറാത്തിൽ ഈ ഒരു കിച്ചടിയെ ഗുജറാത്തി കിച്ചടി എന്നാണ് പറയുന്നത്. പൊങ്കൽ തമിഴ്നാടു, ബീഹാരി കിച്ചടി ബീഹാർ, ബജ്ര കിച്ചടി രാജസ്ഥാൻ, കിച്ചൂരി വെസ്റ്റ് ബംഗാൾ, ബിസിബെല്ലാബാദ് കർണാടക, മൂങ് കെഡ്ചിർ കാശ്മീർ. ഇങ്ങനെ പല പേരുകളിലാണ് ഈ കിച്ചടി അറിയപ്പെടുന്നത്. Which is your favorite festival? Write names of some sweets and dishes prepared on that day.
കേരളത്തിലും നമ്മൾ പല പല ആഘോഷങ്ങളും ആഘോഷിക്കാറുണ്ടല്ലേ? അതില് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉത്സവം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഘോഷം ഇവിടെ എഴുതുക. എന്നിട്ട് ആ ആഘോഷത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊക്കെ സ്വീറ്റ്സ് ആണ് ഉണ്ടാക്കാറുള്ളതെന്നും എഴുതണം. ഒരു എക്സാമ്പിൾ തരാം. My favorite festival is Onam. Traditional sweets prepared during Onam are Payasam, Adapradaman and Unniyappam. ഈ സ്വീറ്റ്സ് മാത്രമല്ല, ഇതുപോലെ വേറെയും പല സ്വീറ്റ്സും ഉണ്ടാക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആഘോഷവും ആ ആഘോഷത്തോടനുബന്ധിച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ അല്ലെങ്കിൽ സ്വീറ്റ്സിന്റെ പേരും നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ ഫിൽ ചെയ്യണം. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.